ദേ പൊന്നൂസേ, അമ്മയിട്ട് ഓടിക്കില്ലടാ, അമ്മയുടെ പൊന്നല്ലേ, ഒന്ന് നിക്ക്. ഗോപുവിന്റെ ബഹളം കേട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. അമ്മയും മോളും മുറ്റത്ത് പിടിവലി നടത്തുവാണ്. അവളെ ഒന്ന് പല്ല് തേച്ച് കുളിപ്പിക്കാൻ അവളുമായിട്ട് യുദ്ധം നടക്കുവാണ്. ഓടിച്ചിട്ട് പിടിച്ച് അവളെ തൂക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ഗോപു പോയി. പൊന്നൂസ് ഗോപുവിന്റെ പുറം തല്ലി പൊളിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അനിയനും ഭാര്യയും കയറി വന്നു. അടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കുകയാണ്. അവൻ ജോഗിങ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അനിയത്തി മോളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ടും. അവർ നല്ല ചേർച്ചയാണ്, കാണാനും സ്വഭാവത്തിലും. അനിയൻ പോലീസിലാണ്, അനിയത്തി ബാങ്കിലും. രണ്ടുപേരും കുട്ടിക്കാലം മുതലേ പ്രേമമായിരുന്നു. അവൾ ഞങ്ങളുടെ അമ്മാവന്റെ മോളാണ്. അവന് പോലീസിൽ ജോലി കിട്ടിയപ്പോൾ അമ്മാവന്റെ എതിർപ്പ് തീർന്നു. ഇപ്പോൾ അവൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അവർക്കൊരു മോള് അമല. എന്താ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം, അമ്മയുടെ മോളെയും കടയിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് ചേർത്തിയുടെ ദേ കുളിമുറിയിലുണ്ട്, പൊന്നൂസിനെ കുളിപ്പിക്കാൻ പോയതാ. അപ്പോഴാണ് സിത്താര അങ്ങോട്ട് കടന്നു വന്നത്. ഞാൻ ചേച്ചി ഒന്ന് കാണട്ടെ ചേട്ടാ, ഇപ്പൊ വരാം. ആ നീ വേവാ, ജോലിക്ക് പോകാനുള്ളതാ, ജയം പറഞ്ഞു. ദേ വരുന്നു സാറേ. ദേ വൈകിയാൽ ഞാനങ്ങ് പോകും, പിന്നെ മാനേജർ സാറ് നടന്നു പോകും. ദേ വരുന്നു എൻ്റെ സർക്കിൾ സാറേ. അവരുടെ സംഭാഷണം കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അവർക്ക് എപ്പോഴും തല്ലുകൂടിക്കൊണ്ടിരിക്കണം. എന്നാൽ ഒരു നിമിഷം പോലും പിണങ്ങിയിരിക്കില്ല മാതൃകാ ദമ്പതികൾ. അനിയത്തി പുറകിലേക്ക് പോയി. ജയൻ എൻ്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ ഇന്നലെ പോയിട്ട് എന്തായി? ഇനി ചേർത്തി എന്നാ കൊണ്ടുപോവേണ്ടത്? ഇനി പോവേണ്ട, ഡോക്ടർ പറഞ്ഞു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതിയെന്ന്. ചേട്ടൻ ഞായറാഴ്ച എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്താ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെ, അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം. ശരി ചേട്ടാ, അത് തന്നെ നല്ലത്, ഞങ്ങളുണ്ട്. നീ അമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ വൈകുന്നേരം കൊണ്ടുവരാം. ശരി ചേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. എന്നാലിപ്പം തിരക്കുള്ള ദിവസം വൈകിട്ട് കാണാം. എടി മാനേജറെ, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. വരുന്നു മനുഷ്യ, ഇറങ്ങട്ടെ ചേട്ടാ. രണ്ടുപേരും പടിയിറങ്ങിപ്പോകുന്ന നോക്കി ഞാൻ ആ പടിക്കെട്ടിലിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ നെടുവീർപ്പെട്ടുകൊണ്ട് ഞാൻ കലണ്ടറിലേക്ക് നോക്കി. ജൂൺ 13 ഞായർ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസം. ഇനിയൊരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ലേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദിവസം. ഒരു കുടുംബം മുഴുവൻ അലമുറയിട്ട് കരഞ്ഞ ദിവസം. ദൈവം അങ്ങനെയാണ്, ഒത്തിരി സന്തോഷം തരും, എന്നിട്ട് പെട്ടെന്ന് ഒരാൾ തിരിച്ചെടുക്കും. ഞാൻ ഹരിശങ്കർ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, ഭാര്യ ഗോപിക, പിന്നെ ഞങ്ങളുടെ പൊന്നുമോൾ കുട്ടൂസ്, അച്ഛനമ്മ, അനിയൻ അനിയത്തി, അവരുടെ മോളും. ഇത്രയായിരുന്നു എൻ്റെ കുടുംബം. ആദ്യം വിവാഹം കഴിച്ച അനിയനാണ്. അപ്പോൾ അമ്മയ്ക്ക് ആദ്യമായി. എൻ്റെ കല്യാണം ഇനി നടക്കില്ലെന്നായിരുന്നു. അതുകൊണ്ട് ഓടിയടന്ന് പെണ്ണ് കാണാൻ തുടങ്ങി. ഒന്നിനെയും എനിക്ക് പിടിച്ചില്ല. ഒടുവിൽ നിരാശ തോന്നി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഗോപിയെ പരിചയപ്പെടാൻ ഇടയായത്. കടയിൽ ജോലി അന്വേഷിച്ചു വന്നാണ്. സംസാരിച്ചു വന്നപ്പോൾ ബന്ധുക്കളാണ്. എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. എന്തായാലും ജോലിക്ക് നിർത്തി. വൈകിട്ട് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അറിയുന്ന വീടാണ്. അത് ആശ്വാസമായിരുന്നു. പരിചയമില്ലാത്തവരെ പിടിച്ച് കടയിൽ നിർത്തിയാൽ ശരിയാവില്ല. എന്നാൽ അവൾ 2 ദിവസം വന്നിട്ട് പിന്നെ വന്നില്ല. പക്ഷെ അതെൻ്റെ മണവാട്ടിയാവാനായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അവളോടുള്ളിൽ തോന്നിയ ഇഷ്ടം വെറുതെ ആയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. ഒപ്പം എൻ്റെ ബിസിനസ്സും വളർന്നു. അനിയനും അനിയത്തിക്കും ജോലി കയറ്റും. ഒടുവിൽ ഞങ്ങൾക്കൊരു വാവയും. ആൺകുഞ്ഞ് വേണമെന്ന് എനിക്കും പെൺകുഞ്ഞ് വേണമെന്ന് അവൾക്കും. ഒടുവിൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. എനിക്കും അതായിരുന്നു ഇഷ്ടം. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. സന്തോഷം അതിൻ്റെ കൊടുമുടിയിൽ എൻ്റെ വീടിനെ കൊണ്ട് എത്തിച്ചു. അന്ന് മോളുടെ 2ാമത്തെ പിറന്നാളായിരുന്നു. മോൾക്ക് ചെറിയ പനിയുണ്ടായതിനാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഗോപു പറഞ്ഞു. കടയിൽ സ്റ്റോക്ക് കണക്കെടുക്കുന്ന ദിവസമായിരുന്നതിനാൽ ഉച്ചയ്ക്ക് പോവാം, റെഡിയായിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കടയിലേക്ക് പോയി. കടയിലെത്തി അധിക സമയം മുമ്പ് ഗോപു വിളിച്ചു. മോൾക്ക് പനി കൂടി, അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്, അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അവളോട് 1 മണിക്കൂറിൽ എത്താമെന്ന് പറഞ്ഞു. കണക്കെടുപ്പ് നടക്കുന്നതിനാൽ അങ്ങനെ ഓടിപ്പോകാനും പറ്റില്ലല്ലോ. എന്നാൽ 1/2 മണിക്കൂറായപ്പോഴേക്കും ജയം വിളിച്ചു. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. കാര്യം ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ എത്തി. ജയനും സിത്താരയും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്നെ കണ്ടതും അവൻ എന്നെ വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഞാൻ അവനോട് ചോദിച്ചു, ജയ എന്താടാ? ഗോപു മോളെവിടെ? ഇവളത് കരയുന്നത്? പറയാം, ചേട്ടത്തിക്ക് ഒരു ആക്സിഡൻറ്റ്. അവരൊന്ന് ഹോട്ടലിൽ ഒരു ലോറി ഇടിച്ചു. ചേട്ടത്തി ICUവില്ല. ഡോക്ടർ കാണും. ചേട്ടൻ വന്നേ. ഡോക്ടർ, ഇതാണ് ഗോപിയുടെ ഹസ്ബൻഡ്. ഇരിക്കുക. നിങ്ങളുടെ ഭാര്യയുടെ നില അല്പം സീരിയസ് ആണ്. ഉടൻ തന്നെ നമുക്കൊരു സർജറി നടത്തണം. എത്ര പെട്ടെന്ന് ചെയ്യാം ഡോക്ടർ? എത്ര പൈസ ചിലവാലും പ്രശ്നമില്ല. എനിക്ക് അവളെ ജീവനോടെ തിരികെ വേണം. പറയുന്ന മുഴുവൻ കേൾക്കണം. ഈ സർജറി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഗോപിക്ക് ഇനി ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല. അത് കേട്ട് ഞാൻ മരവിച്ചു പോയി. മിഴിച്ചിരുന്നതിനെ ജയൻ തട്ടി നിർത്തി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ ജീവൻ രക്ഷിച്ചാൽ മതിയായിരുന്നു. സമ്മതപത്രം ഒപ്പിട്ട് ഞാൻ പുറത്തിറങ്ങി. കണ്ണാടി വാതിലിനുള്ളിലൂടെ ഞാൻ ഗോപുവിനെ കണ്ടു. എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നിറഞ്ഞു. അവിടെ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്നാണ് മോളുടെ കാര്യോർത്ത് ഞാൻ ജയനോട് ചോദിച്ചു. അവൻ തലതാഴ്ത്തിയിരുന്നു. സിതാര പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ജയന്റെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോഴേക്കൊരു സ്ട്രക്ചർ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ നിർത്തി. അതിലൊന്ന് നോക്കിയതേയുള്ളൂ.
എൻ്റെ കുട്ടൂസിനെ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നു. ചേതനയറ്റ ആ കുഞ്ഞുമുഖം അപ്പോഴും പുഞ്ചിരിക്കുന്ന പോലെ, ഭ്രാന്തി പിടിച്ചവനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. ആരൊക്കെയോ പിടിച്ചു വലിച്ചെന്നെ ആംബുലൻസിൻ്റെ ഉള്ളിൽ കയറ്റി. വീട്ടിലെത്തി 2ാം പിറന്നാളിനിടാൻ ഞങ്ങൾ വാങ്ങിവെച്ച പട്ടുകുപ്പായം എടുത്ത് ഞാൻ അവളെ അണിയിച്ചു. പിറന്നാൾ കേക്കിൻ്റെ മുകളിൽ തിരി ഊതിക്കെടുത്തേണ്ടിരുന്ന എൻ്റെ പൊന്നുമോൾ കുറേ വിറകിനടിയിൽ എരിഞ്ഞമർന്നു. അവളുടെ അച്ഛനും അമ്മയും വാങ്ങിവെച്ച പട്ടുകുപ്പായം ഇട്ടുകൊണ്ട് തന്നെ ദിവസങ്ങൾ കടന്നുപോയി. ഗോപു ഒന്നും അറിയാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടൂസ് എന്നേക്കുമായി നമ്മൾ വിട്ടുപോയി എന്നവളോട് എനിക്ക് പറയേണ്ടി വന്നു. മറ്റു കാര്യങ്ങളൊന്നും അവൾ അറിയിച്ചില്ല. ഇത് തന്നെ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മാസങ്ങൾ കടന്നു. ആ ഷോക്കിൽ നിന്ന് അവൾ പതിയെ പുറത്തു വന്നു. എന്നാലും എനിക്ക് ഭയമായിരുന്നു, സത്യം അവൾ അറിഞ്ഞാലോ. കാലം കടന്നുപോയി. അവൾ കുഞ്ഞിനായി അതിയായി ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഓരോന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിച്ചു. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്നപ്പോൾ വീട്ടിലാകെ ഇരുട്ടായിരുന്നു. വിളക്ക് കൊളുത്തിയില്ല, ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അകത്ത് കിടന്ന് ലൈറ്റ് ഇട്ടു. ഗോപുവിനെ അവിടേക്ക് നോക്കി. അവൾ ബെഡ്റൂമിലുണ്ടായിരുന്നു. കട്ടിലൊരു മൂലക്ക് കൂനിക്കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നു. ആ മുഖം പിടിച്ചുയർത്തിയ ഞാൻ പേടിച്ചു. അവളുടെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിരുന്നു. എന്താ ഗോപു, എന്തു പറ്റി? നീ എന്തിനെ കരഞ്ഞേ? ഇനി എനിക്കൊരു അമ്മയാവാൻ കഴിയില്ലല്ലേ അരിയേട്ടാ? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവളുടെ കയ്യിലിരുന്ന മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോൾ അവളെല്ലാം അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. ദാരുണമായ ആ കണ്ണുകളിലേക്ക് നോക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ഞാൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീരെൻ്റെ നെഞ്ചിലൂടെ ഒലിച്ചിറങ്ങി. ഹൃദയത്തെ പൊള്ളലേൽപ്പിക്കാൻ മാത്രം ചൂടുണ്ടായിരുന്നു അതിന്. നിർജീവമായ 2 ശരീരങ്ങൾ പോലെ ഞങ്ങളിരുന്നു. എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ അവൾ അതേ ഇരിപ്പാണ്. പതിയെ ഞാൻ അവളെ വിളിച്ചു. ഓരോന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞൊക്കെ അവൾ കേട്ടോ എന്ന് പോലും അറിയില്ല. പരിസരവുമായി ഒരു ബന്ധമില്ലാത്ത പോലെ അവൾ എണീറ്റ് പോയി. ഞാൻ പതിയെ ബാത്റൂമിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് ഗ്യാസിൻ്റെ രൂക്ഷമായ ഗന്ധം വന്ന് ഞാൻ ഓടിച്ചെന്ന് നോക്കി. ചായക്ക് വെള്ളം വെച്ചിട്ട് ഗ്യാസ് തുറന്ന് വിട്ട് അത് കത്തിക്കാൻ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഗോപുവിനെയാണ് കണ്ടത്. ഞാൻ വിളിച്ചപ്പോൾ ഞെട്ടിയുണെന്ന് അത് കൊളുത്താൻ പോയി ലൈറ്റർ പിടിച്ചു വാങ്ങി ഗ്യാസ് അടച്ച് അവളെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അവളുടെ പെരുമാറ്റനെ ശരിക്കും പേടിപ്പെടുത്തി. ഞാൻ അനിയനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അമ്മ അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ദിവസങ്ങൾ പോകുന്തോറും അവളുടെ മനോനില മോശമായിക്കൊണ്ടിരുന്നു. അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എല്ലാവരും പറഞ്ഞു. ഉപേക്ഷിക്കാൻ പറഞ്ഞവർ വരെയുണ്ട്. അവളെ ഒരു ഭ്രാന്തിയായി മറ്റുള്ളവർ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. അവൻ്റെ ഭാര്യ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ഞാൻ ഗോപുവിനെയും കൂട്ടി അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ ഭാര്യ ഗോപുവിനോട് കുറേ നേരം സംസാരിച്ചു. ആ സമയമൊക്കെ അവൻ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തി അവൾക്ക് വലിയ വ്യത്യാസമുള്ളതായി തോന്നിയില്ല. എന്നാലും ചെറിയ ആശ്വാസം. പിറ്റേന്ന് ജയനും മോളും വന്നു. മോൾക്ക് ഗോപുവിന് വലിയ ഇഷ്ടമായിരുന്നു. അവൾ ഗോപുവിനോട് കളിച്ചിരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ അവർ തിരികെ പോയപ്പോൾ ആ സന്തോഷം നിലച്ചു. അവൾ വീണ്ടും പഴയ പോലെയായി. ഒന്നും മിണ്ടില്ല, വെറുതെ ഇരിപ്പാണ്. ഒന്ന് കരയാറ് കൂടിയില്ല. ഞാൻ ഡോക്ടർക്ക് ഫോൺ വിളിച്ചു. നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പോയി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കുഞ്ഞില്ലാത്താണ് ഗോപിയുടെ പ്രശ്നം. അത് മാറണമെങ്കിൽ ഒരു കുഞ്ഞ് വേണം, അല്ലാതെ മറ്റൊരു പരിഹാരമില്ലെന്ന് പറഞ്ഞു. എന്താണ് വേണ്ടതെന്ന് എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവർ തന്നെ നിർദ്ദേശിച്ചു. അവൻ പരിചയത്തുള്ള ഒരു അനാഥാലയത്തിൽ എന്നെ കൊണ്ടുപോയി. പൊന്നൂസിനെ ഞാൻ അവിടെയാണ് കണ്ടത്. 2 വയസ്സ്, ഒരു കൊച്ചു സുന്ദരി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോളുടെ മുഖച്ഛായ. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഗോപു മാത്രമായിരുന്നു മനസ്സിൽ. അവൾക്ക് സന്തോഷം കിട്ടാൻ ഞാൻ എന്തിനും തയ്യാറായിരുന്നു. വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതം. അങ്ങനെ എൻ്റെ മോളുടെ അടുത്ത ജന്മദിനമെന്നോ ചരമദിനം എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഗോപിനെയും കൂട്ടി അനാഥാലയത്തിലേക്ക് പോയി. അവിടെ ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ അവളുടെ മുഖം വിടരുന്ന് ഞാൻ കണ്ടു. അവളെ ഞാൻ അകത്തേക്ക് കൂട്ടി. അവിടുത്തെ നടത്തിപ്പുകാരി ഒരു കന്യാസ്ത്രീയായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിരിക്കവേ ഗോപു പുറത്തേക്ക് പോയി. അവൾ ആ കുഞ്ഞുങ്ങളുടെ കളിയിലും ചിരിയിലും ലയിച്ച് നിന്നു. അല്പം കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. പിന്നിൽ നിന്ന് ഞാൻ അവളെ വിളിച്ചു. തിരിഞ്ഞു നോക്കി അവളുടെ കയ്യിൽ ഞാൻ പൊന്നൂസിനെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ ഇവൾ നമ്മുടെ മോളാ. നമുക്ക് സ്നേഹിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ. നമ്മുടെ കുട്ടൂസിന് പകരമായിട്ട് ദൈവം തന്ന സമ്മാനം. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളെയും അവളെയും ചേർത്ത് പിടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഡോക്ടർ പറഞ്ഞ പോലെ ഗോപുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നു. അവൾ പഴയതിലും ഉന്മേഷവതിയായി. എനിക്കും സന്തോഷമായി. ദുഃഖങ്ങൾ ഒത്തിരി അനുഭവിച്ചെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷം തോന്നുന്നു. കുട്ടൂസിൻ്റെ ഓർമ്മകൾ ഒഴിച്ച് ഗോപിക മോളെ കുളിപ്പിച്ച് എന്നെ മടിയിൽ കൊണ്ടിരുത്തിയപ്പോഴാണ് ഞാൻ ഓർമ്മകളിൽ നിന്നും മോചിതനായത്. മോളുടെ തലയിൽ പൊടിയിട്ട് തിരുമിൽക്കുന്ന ഗോപുവിനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടിട്ട് അവൾ എന്നെ ചേർത്ത് പിടിച്ച് കവിളിലും വഹിച്ചു. വാക്കുകളിൽ വിവരിക്കാനാവാത്ത അനുഭൂതി.